യോടെ പെയ്യ നിങ്ങടാ പിന്നെ ആ റോഡൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. ഇന്ന് കേരളത്തിൽ കുറച്ച് റെഡ് അലർട്ടുകൾ ഉണ്ടല്ലോ അല്ലേ, ചില ആ ജില്ലകള്. അതെ, ഞങ്ങളെ ജില്ല അതിൽ പെടും. കാരണം ഫുള്ള് ഇങ്ങനെ മഴ നിൽക്കുന്നില്ല. ഒരുപാട് സ്ഥലത്തുണ്ട് ഇന്ന് ഉച്ചയ്ക്ക്. ഇന്നിപ്പം റെഡ് അലേർട്ട് വൈകുന്നേരത്തിന് ശേഷം പല സ്ഥലങ്ങളിലും നല്ല ഹെവി റെയിൻ പറഞ്ഞിട്ടുണ്ട്. റെയിൻ വിത്ത് എയർ എന്ന് പറഞ്ഞത് രണ്ടും അതെ ഒരുമിച്ചാകുമ്പോ ഇന്നലെ കുറച്ച് ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടാണ്. കാറ്റുകളൊക്കെ. അതെ, അപ്പം റെയിൻ വിത്ത് എന്തായാലും എയർ തന്നെ. കടന്നാലോ? വിഷമങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ആൾറെഡി വന്നിട്ട് നമ്മുടെ ബ്ലഡിനകത്ത് ഷുഗർ ഉണ്ട്. അപ്പോൾ അതിന് ഡയബറ്റിക് ആവാനുള്ള കുറേ റീസൺസ് ഉണ്ട്, ഒന്നും രണ്ട് കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ ആൾറെഡി വന്നിട്ട് സെല്ലുകൾക്ക് എനർജി വേണം താനും. ഇവിടെ ബ്ലഡിൽ നിറയുണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് നമ്മളുടെ സെല്ലുകൾ എന്ത് ചോദിക്കും? അത് ഷുഗർ വേണം അല്ലെങ്കിൽ എനർജി വേണം എന്ന് പറയും. അപ്പോൾ ആൾറെഡി ഇവിടെ ഉള്ളത് തന്നെ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുമ്പോൾ നിങ്ങൾ ഫർദറായിട്ട് കൊടുക്കുമ്പോൾ അത് ഗുണമാണോ ദോഷമാണോ? ദോഷമാണ്. അത്രേ ഉള്ളൂ. അതാണ് ഷുഗർ, മറ്റേ ഷുഗർ കംപ്ലൈൻറ്റിൻ്റെ സമയത്തും അതേമാതിരി സമയത്ത് ഗർഭിണിയായിരിക്കുന്ന സമയത്തും ഉള്ളത് രണ്ട് സ്റ്റാറ്റസ് കോ ആണ്. നമ്മൾ രണ്ടിനെയും ഒന്നിനെ പോലെ കാണുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. നമ്മുടെ കമ്പാരിസൺ തെറ്റുന്നതുകൊണ്ടാണ്. കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരാളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്ലാസ് മറ്റേ എന്താ പറയുക, ഒരു സ്പോർട്സിലൊക്കെ ഓടുന്ന സമയത്ത് നല്ല സ്പീഡിൽ ഓടുന്ന ഒരാളെയും സാധാരണ നമ്മുടെ ഇവിടുത്തെ ഒരു സാധാരണക്കാരനായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയുക, മറ്റേ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ട് കമ്പയർ ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയാം, ഇന്ദിരാഗാന്ധിനെ നമ്മുടെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സാധാരണ സ്ത്രീയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഇന്ദിരാഗാന്ധിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ സ്റ്റാറ്റസ് കോയിലുള്ള ഹൈയിലുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യണം, വേണ്ടേ? യെസ്. അതേമാതിരി അപ്പോൾ ഇതിലൊരു സംശയം സാറേ, നമ്മള് ഒരു എലമെന്റില് ആ രുചി, ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ വൈറ്റ് കളറ് ശരീരത്തിന് സ്കിൻ ഡിസീസ് ഉണ്ട്, വൈറ്റ് കളറിൽ ഉണ്ട് എങ്കിൽ അയാൾക്ക് എയർ എലമെന്റ് എക്സസ് ആയിട്ടുള്ളത് കൊണ്ടാണ്, ഇംബാലൻസ് ആണ്, അവിടെ എക്സസ് ആണെന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ ശരീരത്തില് തൊലിയിൽ കറുപ്പ് നിറങ്ങൾ കൂടുതൽ കാണിക്കുക ചെയ്യുമ്പോൾ അയാൾക്ക് വാട്ടർ എലമെന്റ് എക്സസ് ആണെന്ന് മനസ്സിലാക്കുന്നു. ഇതേപോലെ ഈ ഡയബറ്റിക് പേഷ്യൻസ് സാധാരണ ഗ്ലൂക്കോസ് അധികമായിട്ടാണല്ലോ അവരുടെ ശരീരത്തിൽ ഈ ഡയബറ്റിക് പേഷ്യന്റിന് മാറിയിട്ടുള്ളത്. ആ രോഗി അയാൾക്ക് മധുരത്തോട് പിന്നെയും താല്പര്യം തോന്നുമ്പോ അവിടെ ഇംബാലൻസ്, അവിടെ ഇയാൾക്ക് എന്തുകൊണ്ടാണ് പിന്നെ ആ മധുരത്തോട് താല്പര്യം വരുന്നത്? അതായത് സെല്ലുകൾക്ക് കിട്ടേണ്ട എനർജി കിട്ടണ്ടേ? ഓൾറെഡി അവർക്ക് ശരീരത്തിലെ സെല്ലുകളിൽ ശരീരത്തിലല്ല ഉള്ളത്, ബ്ലഡിലാണുള്ളത്. ബ്ലഡിലാണുള്ളത്. പക്ഷെ ആവശ്യം ആർക്കാണ്? സെല്ലുകൾക്കാണ് വേണ്ടത്. സെല്ലുകൾക്ക് എനർജി കിട്ടുന്നില്ല. അപ്പൊ ഈ ബ്ലഡിൽ നിന്ന് സെല്ലിലേക്ക് എനർജി ഷെയർ ചെയ്യപ്പെടില്ല. എടുക്കാതിരിക്കാൻ എന്താണ് റീസൺ എന്നുള്ളത് നമ്മൾ നോക്കണം. അതിന് രണ്ട് റീസൺ ഉണ്ട്. ഐദർ ആ മറ്റേ ഇതിനകത്ത് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ആ ഇൻസുലിൻ എന്തുകൊണ്ട് പ്രൊഡക്ഷൻ ആയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ കൊടുത്തിട്ടുള്ള സാധനം നല്ല സാധനം ആയിരിക്കില്ല, അതല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ടാവില്ല. ഓക്കെ, ഞാൻ കണ്ടുള്ളത് സാധാരണ മറ്റതൊക്കെ എക്സസ് അവർ ആവശ്യപ്പെടുന്നു. സാറ് നേരത്തെ പറഞ്ഞ പോലെ വുഡ് എലമെന്റിലെ ഡെഫിഷ്യൻസി വരുമ്പോൾ എന്ത് ചെയ്യും, അവർ പുളി ആവശ്യപ്പെടുന്നു. ഒരു മിനിറ്റ് സാർ, അത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവർ ചോദിച്ചു, അത് ഡിസീസ് ഫോഴ്സ് അല്ലല്ലോ. അല്ല, ഡിസീസ് അല്ല, അവിടെ ഡെഫിഷ്യൻസി വരുന്നുണ്ടല്ലോ ആ വ്യക്തിക്ക്. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തോന്നില്ലല്ലോ, കാർവിംഗ് തോന്നില്ലല്ലോ. ഡയബറ്റിക് പേഷ്യന്റിന് എന്തുകൊണ്ടാണ്? ഡിസീസ് ഫോഴ്സ് ആണ്, സെല്ലുകൾക്ക് എനർജി വേണം, അത് കിട്ടുന്നില്ല. പക്ഷെ ബ്ലഡിൽ അത് കൂടുതൽ ഉണ്ട് താനും, അത് എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ കഴിയുന്നില്ല. അതെ. അപ്പോൾ നമ്മൾ ആ എടുക്കാൻ എന്തുകൊണ്ട് അത് എടുക്കുന്നില്ല എന്നുള്ളതിനെയാണല്ലേ ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഉണ്ട്, പക്ഷെ അത് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിന് പിന്നെയും, ഇപ്പം ഒരു എക്സാമ്പിൾ, ഇപ്പൊ എൻ്റെ GPay വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് അർജന്റായിട്ട് പൈസ വേണം. എൻ്റെ GPay വർക്ക് ആവുന്നില്ല എൻ്റെ ഫോണിൽ, വേറെ ആളുടെ ഫോണൊന്നും അത് വർക്ക് ചെയ്യൂലല്ലോ. ഇല്ല. ഈ സമയത്ത് അബ്ദുൽ ഖാദർ സാർ എന്നെ കാണുന്നു, എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് ചോദിച്ചാൽ, എനിക്ക് അർജന്റായിട്ട് ഒരു 1000 രൂപ വേണം, എനിക്ക് GPay വർക്ക് ചെയ്യുന്നില്ല. അതിനെന്താ സാർ, എൻ്റെ കയ്യിൽ ബാങ്കിലുണ്ട്, ഞാൻ GPay ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് 1000 നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് വേണ്ടത് ലിക്വിഡ് ക്യാഷ് അല്ലേ. എൻ്റെ ബാങ്കിലേക്കാണെങ്കിൽ എൻ്റെ ബാങ്കിൽ ആൾറെഡി ഉണ്ട് താനും, അവിടെ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റാത്തതാണ് ഇഷ്യൂ.
അപ്പം നിങ്ങൾ എവിടേക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ? നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ്, നിങ്ങളുടെ കയ്യിലും കാശില്ല, നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ബാങ്കിലേക്കേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആ ഒരു വ്യത്യാസം. ക്ലിയർ ആയോ സർ? മനസ്സിലായി സർ. അപ്പോൾ നമ്മൾ മെറീഡിയൻ നോക്കി, ഇന്റേണൽ മെറീഡിയനും എക്സ്റ്റേണൽ മെറീഡിയനൊക്കെ നോക്കി. സ്റ്റൊമക്കും സ്പ്ലീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുത്തെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, ഈവൻ 5 എലമെന്റിലെ ബാക്കി 4 എലമെന്റുകളും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഭൂമി ഉണ്ടാവണം. ആ ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാ സാധനത്തിനെയും നിർത്തേണ്ട സ്ഥലത്ത് നിർത്തേണ്ട കപ്പാസിറ്റി, ഏത് സാധനം എവിടെ ഉണ്ടാവണോ വെക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഈ എർത്തിനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എർത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും എന്നുള്ളതൊക്കെ നമ്മൾ ആടെ ഈ എർത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിച്ചു. അതിനകത്ത് നമുക്ക് ഇത് യാങ് മെറീഡിയൻ ആണ്, കാലിലത്തെ മെറീഡിയൻ ആയതുകൊണ്ട് നമ്മൾ പഞ്ചഭൂതങ്ങളൊക്കെ പഠിക്കുമ്പോൾ മുട്ടിന് താഴെയുള്ളതായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇവിടെ നമുക്ക് ഈ മെറീഡിയൻ തുടങ്ങുന്നത് കണ്ണിൻ്റെ അവിടെ നിന്നാണ്. ഓക്കെ, കണ്ണിൻ്റെ മധ്യഭാഗത്തുള്ള ആ ഓർബിറ്റിൻ്റെ അവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്. ST1 ആണ്. മോക്സ കാണിക്കാൻ പാടില്ല. നീഡ്ലിംഗ് ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ എക്സ്പേർട്ട് അല്ലെങ്കിൽ ദയവായിട്ട് കഴിയുന്നത് അവിടെ ചെയ്യേണ്ട. പ്രസ് നീഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ ഇത് നീഡിൽ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഐസൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന് വളരെ നല്ല പോയിന്റ്സ് ആണ്, പക്ഷേ ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള പോയിന്റാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ നീഡിൽ ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. മറിച്ച് നിങ്ങളുടെ ഈ ഓർബിറ്റിന് ചുറ്റും കുറേ പോയിന്റുകളുണ്ട്. അതെല്ലാം തന്നെ കണ്ണിൻ്റെ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ നല്ല പോയിന്റുകളാണ്. മസാജ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക അവർക്ക്. ഓക്കെ, അതും തന്നെ വളരെയേറെ എഫക്റ്റ് തരാറുണ്ട്. അപ്പോൾ മറ്റേ ST1 എന്നുള്ളത് ഓൺ ദ ഫേസ്, ദ പോയിന്റ് ഈസ് ഡയറക്ട്ലി ബിലോ ദ പീപ്പിൾ ഓഫ് ദ ഐ, ബിറ്റ്വീൻ ദ ഐബോൾ ആൻഡ് ദ ഇൻഫ്രാ ഓർബിറ്റൽ റിഡ്ജ്. നമ്മുടെ കണ്ണിന് ചുറ്റും ഒരു ബോണിൻ്റെ ഒരു മറ്റേ റൗണ്ട് ഷേപ്പ് ഉള്ളതുണ്ട്. നമ്മുടെ GB14 നമ്മൾ എങ്ങനെയാണ് എടുക്കുക? നേരെ ഒരാൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കരിമിഴിയുടെ നിന്ന് മുകളിൽ, പിരികത്ത് നിന്ന് അപ്രോക്സിമേറ്റ്ലി ഒരു ഫിംഗർ വിട്ട് മുകളിലാണ് GB14 എടുക്കാറ്. അതേമാതിരി കരിമിഴിയുടെ ആ GB14 നേരെ താഴെ വന്നു കഴിഞ്ഞാൽ ആ ബോണിൻ്റെ ഓർബിറ്റിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കുഴി കാണാൻ പറ്റും. ശരിക്കും കൈകൊണ്ട് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ആ ഓർബിറ്റിൽ ചെറിയ കുഴികൾ കാണാൻ പറ്റും. ഒന്ന് സെൻറ്ററിലുണ്ടാവും, പിന്നെ നമ്മുടെ മറ്റേ ഔട്ടർ കാഞ്ചസിൻ്റെ അവിടെ ഉണ്ടാവും, അതേമാതിരി മുകളിലുണ്ടാവും. ഇതെല്ലാം തന്നെ പോയിന്റുകളാണ് കേട്ടോ. ഇതാണ് ലൊക്കേഷൻ. അത് വന്നിട്ട് സ്റ്റൊമക്കും അതേമാതിരി തന്നെ എക്സ്ട്രാ ഓർഡിനറി മെറീഡിയനിൽ വരുന്ന യാങ്ചിയോ മെറീഡിയനും റെൻ മെറീഡിയനും ക്രോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് തമ്മിൽ ബന്ധപ്പെടുന്ന പോയിന്റുകളാണ്. ഓക്കെ, പൊതുവെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഉപയോഗിക്കാം. ഇന്നതെന്ന് നമ്മൾ സ്പെസിഫിക് ആയി പറയുന്നില്ല. കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും ഉപയോഗിക്കാം. ഈവൻ കുട്ടികളിൽ വന്നിട്ട് നമ്മൾ ഈ എന്താ പറയാ അറിയില്ലേ, കണ്ണിന്റെ ഐബാള് പ്രോപ്പറായിട്ട് ഇരിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളെയാണോ നോക്കണമെന്ന് ഒരു സംശയം ഉണ്ടാവും. ഈ കണ്ണിന് ചുറ്റുമുള്ള പോയിന്റുകൾ റെഗുലറായിട്ട് നിങ്ങൾ മസാജോ നീഡിലോ ചെയ്യുകയാണെങ്കിൽ കുട്ടികളാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിന് മാറ്റം വന്ന് കാണാറുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം സ്റ്റൊമക്കും കൂടെ സ്റ്റേബിൾ ആവാം. അതെ, നല്ല റിസൾട്ടാണ്. അത് മാത്രമല്ലാതെ നമുക്ക് കണ്ണിന്റെ ഉണ്ണി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണം, നോക്കാൻ പറയണം. അതെ 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 അതെ, മാറ്റം വരാറുണ്ട്. അതേപോലെ തന്നെ ഈ സ്റ്റൊമക്കിന്റെ ഇംബാലൻസ് ഉണ്ടോ അല്ലെങ്കിൽ എർത്തിന്റെ ഇംബാലൻസ് ഉണ്ടോ എന്ന് അറിയാൻ മറ്റേ അതൊരു സെർട്ടൻ ലിമിറ്റിൽ കൂടുതൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വെളുത്ത വാവ് സമയത്തും കറുത്ത വാവ് സമയത്തും അവരുടെ എമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ടൊക്കെ നിറയെ മാറ്റങ്ങൾ അവരിലേക്ക് കാണാൻ പറ്റും. നമ്മൾ പൊതുവെ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഭ്രാന്താന്ന് പറയും. അത് ആക്ച്വലി ഭ്രാന്തിൻ്റെ അല്ല, ഈ സമയങ്ങളിൽ മാത്രം, അതായത് വെളുത്ത വാവ് സമയത്തും കറുത്ത വാവ് സമയത്തും ശരിക്കും 3 ദിവസമാണ് അതിൻ്റെ കണക്ക്. ഒരു ദിവസം മുന്നേ, ആ ദിവസം, അതിൻ്റെ അടുത്ത ദിവസം. ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് എമോഷണലി ഒരുപാട് സങ്കടമോ ഏതെങ്കിലും ഒരു എമോഷണൽ ഹൈക്കാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ എർത്ത് ഇംബാലൻസ് ആണെന്നാണ്. അത് ശരിയായി കഴിയുമ്പോൾ ആ ഇഷ്യൂസ് മാറും. ദേഷ്യമാവാം, സങ്കടമാവാം, സന്തോഷമാവാം, അല്ലെങ്കിൽ ആ സമയങ്ങളിൽ എപ്പോഴും ഇല്ലാതെ പാട്ട് പാടുന്ന ഒരു ഹാബിറ്റ് ആവാം. ഇതൊക്കെ തന്നെ എർത്തിൻ്റെ ഇംബാലൻസിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞോന്ന് മാത്രം, ഇത് ഞാൻ അന്ന് പറയാൻ വിട്ടുപോയതാണ്. അതേമാതിരി തന്നെ കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം എന്ന് പറഞ്ഞു. അപ്പോൾ റെഡ്നെസ് ആയിക്കോട്ടെ, സ്വെല്ലിങ് ആയിക്കോട്ടെ, പെയിൻ ആയിക്കോട്ടെ,
എല്ലാ തരത്തിലും കണ്ണിൻ്റെ ഇഷ്യൂസിന് ഈ പോയിന്റ് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ കണ്ണിന്ന് വന്നിട്ട് വെറുതെ വെള്ളം വന്നുകൊണ്ടിരിക്കുക, കരയണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ചിലവർക്ക് വണ്ടിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പോലും കണ്ണിൽ കൂടെ ഒരുപാട് ധാരധാരയായിട്ട് വെള്ളം വരും. അത് പൊടികളൊക്കെ വന്നിട്ട് വരികയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതല്ലാതെ വെറുതെ വെള്ളം വരുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിന് നമുക്ക് ഇംബാലൻസ് ആയിട്ട് കണക്കാക്കുകയും അതിന് നീഡിൽ ചെയ്യുകയും ചെയ്യാം. അതേമാതിരി തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന്, രാത്രി മാത്രം കണ്ണ് കാണാതിരിക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ കണ്ണിലെ നമ്മുടെ കൺപോളകളുടെ മിടിപ്പ്, അതായത് എന്താ പറയുക, മിടിപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ ടപ്പ് 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 എന്ന് അടിച്ചുകൊണ്ടിരിക്കും ചിലവർക്ക്. ജലദോഷം വരുന്നതിന് മുമ്പൊക്കെ ചിലവർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാവും. അത് റെഗുലറായിട്ട് വരുന്നവർക്ക് നമുക്ക് ഇത് മാറ്റാൻ പറ്റും. അതേമാതിരി ചിലവർക്ക് ഐ ലിഡ് ആയിരിക്കില്ല, അതിന് പകരം സ്റ്റൊമക്കിൻ്റെ തന്നെ മെറീഡിയനിൽ ഈക്വൽ ടു ST3 ഭാഗത്തൊക്കെ ചിലവർക്ക് മിടിപ്പുണ്ടാവും. അത് നിങ്ങൾ റെഗുലറായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് പതുക്കെ ഇല്ലാണ്ടാവും. നീഡിലും ചെയ്യാം, പക്ഷെ മസാജ് കുറച്ചുകൂടെ എഫക്റ്റീവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അതേമാതിരി തന്നെ മുഖം കോടുക, അതായത് തണുപ്പുകൾ കൊണ്ടോ ഏതെങ്കിലും ഇഷ്യൂസ് കൊണ്ട് അക്യൂട്ട് കേസിൽ മുഖം കോടലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും നമുക്ക് ഇത് നല്ലതാണ്. ഇത് എന്തൊക്കെയാണ് ഫങ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വിൻഡിനെ ഇല്ലാതാക്കുന്നു, എക്സസ് ഉണ്ടാവുന്ന വിൻഡിനെ ഇല്ലാണ്ടാക്കുന്നു. അതേമാതിരി തന്നെ കണ്ണിനെ വളരെ നല്ല പോയിന്റാണ്. അതേമാതിരി തന്നെ കണ്ണിൽ വരുന്ന കണ്ണിന് എക്സസ് വരുന്നതിനെ കൺട്രോൾ ചെയ്യാൻ ഇത് നല്ലതാണ്. പുഷ് ദ ഐബാൾ അപ്വേർഡ് സ്ലൈറ്റ്ലി, നീഡ്ലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുഷ് ദ ഐബാൾ അപ്വേർഡ് സ്ലൈറ്റ്ലി വിത്ത് ദ ലെഫ്റ്റ് തം ആൻഡ് പഞ്ചർ പെർപെൻഡിക്കുലർലി ആൻഡ് സ്ലോലി 0.5 ചൂൺ. 1.5 ചൂണൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അതായത് അതിൻ്റെ ഇത് ആക്ച്വലി വന്നിട്ട് കണ്ണിൽ സീരിയസ് ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ 1.5 ചൂൺ നീഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐബോളിൽ തട്ടാതെ തന്നെ നമ്മുടെ റിഡ്ജ് കൂടി ഇറക്കാറുണ്ട്. ദയവായിട്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഒന്നല്ല മോക്സ കൊടുക്കാൻ പാടില്ല. നിങ്ങൾ പ്രസ് നീഡിലോ ഏറ്റവും നല്ലത് ക്ലയൻറ്റിനോട് തന്നെ പ്രഷർ ചെയ്യാൻ പറയുന്നതാണ് നമുക്ക് സേഫ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ ലൊക്കേഷൻ കാണുന്നുണ്ടാവും. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള നമ്മുടെ എന്താ പറയുക, ബോണിൻ്റെ ആ ഹോളിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് വരിക. നിങ്ങൾ തൊട്ട് കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു കുഴി കാണാൻ പറ്റും, ചെറുതായിട്ട് ഒരു ചെറിയൊരു ഒരു കുഞ്ഞു കുഴി. ഓക്കെ, അതാണ് നമ്മുടെ ST1. അതിന് നേരെ താഴെ തന്നെ ST2, ST3, ST4 ഒക്കെ വരിക. ഓക്കെ, നമ്മുടെ ST2 എന്ന് പറയുന്നത് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് ST1ൻ്റെ തൊട്ട് താഴെയായിട്ട്. ഓക്കെ, ഓൺ ദ ഫേസ് ദ പോയിന്റ് ഈസ് ഡയറക്ട്ലി ബിലോ ദ പീപ്പിൾ ഓഫ് ദ ഐ ഇൻ ദ ഡിപ്രഷൻ അറ്റ് ദ ഇൻഫ്രാ ഓർബിറ്റൽ ഫോർമൻ. അതായത് നമ്മളുടെ നിങ്ങൾ കണ്ണിൻ്റെ അവിടെ ബോണ് തൊട്ടു, അതിനുശേഷം അത് തൊട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബൾജിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു പ്രൊട്രൂഷൻ കാണും, അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. നിങ്ങൾ അവിടെ തൊടുന്ന സമയത്ത്, ആ പ്രൊട്രൂഷൻ്റെ അടുത്ത് തൊടുന്ന സമയത്ത് നിങ്ങൾക്കൊരു കുഴി കാണാം. അതായത് നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഓർബിറ്റ് ST1 ഇവിടെ ആയിട്ട് വരും. അതിൻ്റെ തൊട്ട് താഴെ ഇനിയൊരു സ്ഥലത്ത് നോക്കൂ, ഇവിടെ തൊടുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്കൊരു കുഴി കാണാം. എൻ്റെ കൈ നോക്കൂ, ശരിക്കും ലോക്കായിട്ടുണ്ടാവും. അതാണ് ST2 എന്ന് പറയുന്നത്, അതിൻ്റെ തൊട്ട് താഴെ തന്നെ. ഓക്കെ, അതായത് കണ്ണിന്റെ ബുദ്ധിമുട്ടിന് വീഡിയോ കാണുന്നില്ലല്ലോ. സാറിന്റെ വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ടോ? വീഡിയോ കാണൂല, ചെറുങ്ങനെ കാണും. അല്ലെ, അതിലെവിടെയും നോക്കിയിട്ട് കണ്ടില്ല. എല്ലായിടത്തും മറ്റത് കാണിക്കും, സ്ക്രീൻ കാണിക്കുന്നുണ്ട്, പക്ഷെ സാറിന്റെ വീഡിയോ പലപ്പോഴും സാറ് ഇവിടെ അങ്ങനല്ല, അത് ആ സൈഡില് ആ വ്യൂവേഴ്സിനെ കാണുന്നില്ല, അതിനകത്ത് ഉണ്ടാവുമല്ലോ. സാർ വേറെ ആരെങ്കിലും സ്ക്രീൻ പിന്നായി പോയിട്ടില്ല, പക്ഷെ ചെറുങ്ങനെ കാണിക്കുന്നേ. അങ്ങനെ ഞാൻ വലുതായി കാണിക്കണം എന്നുണ്ടെങ്കിലേ ആ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. സ്റ്റോപ്പ് ചെയ്തിട്ട് കാണുന്നില്ല. കുഴപ്പമില്ല, സാറ് പറയാറുണ്ടല്ലോ ഞാൻ ചില പോയിന്റ്സ് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ട് തന്നെയാണ് കാണിക്കാറ്. സ്ക്രീനിൽ കാണാറില്ല, യൂട്യൂബ് വീഡിയോയിലും കാണും തോന്നുന്നില്ല കേട്ടോ. ഓക്കെ, ആ ഉയർന്ന ബോണ്ട് താഴെ അല്ലേ?
അതെ. ഇവിടെ നോക്കൂ, ജസ്റ്റ് നിങ്ങൾ ST1 തൊട്ട് താഴെ ഒരു ഫിംഗർ വിഡ്ത്ത് പോലും വരില്ല. അതിൻ്റെയും തൊട്ട് താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു കുഴി കാണാം. ഓക്കെ, ഇതും കണ്ണിന് വളരെ നല്ല പോയിന്റ് ആണ്. പ്രത്യേകിച്ച് ദൂരെയുള്ളത് കാണുന്നില്ല എങ്കിൽ മയോപ്പിയയുടെ ഇഷ്യൂസിന് വളരെ നല്ലതാണ്. മസാജ് ചെയ്താൽ പോലും റിസൾട്ട് കിട്ടുന്ന പോയിന്റാണിത്. ഓക്കെ, അതേമാതിരി തന്നെ നമ്മുടെ കോർണിയയുടെ ഇഷ്യൂസുമായിട്ട് അതിൻ്റെ ട്രാൻസ്പെറൻസിക്ക് വ്യത്യാസം വരുന്ന സമയത്ത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാത്തിനും, അത് റെഡിനെസ് ആയിക്കോട്ടെ, പെയിൻ ആയിക്കോട്ടെ, ഇച്ചിങ് ആയിക്കോട്ടെ, വേദന ആയിക്കോട്ടെ, അതേമാതിരി തന്നെ കണ്ണിൻ്റെ പോളകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഇഷ്യൂസിനും എസ്പെഷ്യലി ഒന്നുകൂടെ അവർ ഇവിടെ സ്പെസിഫൈ ചെയ്ത് നിയർ സൈറ്റ് എന്ന് പറയുന്നുണ്ട്. കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലോങ് സൈറ്റിനൊക്കെ നിങ്ങൾ ഈ പോയിന്റ് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ഇത് ഉപയോഗിച്ചാൽ പോരാ, നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കാം. ഓക്കെ, നീഡിൽ ചെയ്യുന്ന സമയത്ത് ബൾജിങ് ആവുണ്ടോ എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ വെയിൻസും ഇതൊക്കെ പോകുന്നുണ്ട്, അതിലാണ് ടച്ച് ചെയ്തെങ്കിൽ ഒരു ചെറിയ ബൾജ് വരും. അത് പേടിക്കാനുള്ളതൊന്നുമില്ല. നീഡിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം പ്രസ് ചെയ്ത് വിടണം, അത്രയേ ഉള്ളൂ. അതേമാതിരി തന്നെ മുഖത്തുണ്ടാവുന്ന വേദനകൾക്ക് നല്ലതാണ്. ഓക്കെ, അത് മറ്റേ തണുപ്പ് മറ്റേ ക്ലൈമറ്റ്, അതായത് രാവിലെ നേരത്തെ തണുപ്പ് കൊണ്ട് പോയിട്ട് വന്നു കഴിഞ്ഞാലൊക്കെ ചിലവർക്ക് ഫേഷ്യൽ പെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ മരവിച്ച പോലെയൊക്കെ ഉണ്ടാവും. അതിനൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഓക്കെ, വിൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അത് ഹീറ്റ് ആണെങ്കിലും ശരി, കോൾഡ് ആണെങ്കിലും ശരി, അതൊക്കെ കളയാൻ ഇത് നല്ലതാണ്. ഐസിന് സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. ഓക്കെ, ST2 ജസ്റ്റ് തൊട്ട് താഴെ മൂക്കിൻ്റെ മുകളിലായിട്ട് തന്നെ നിങ്ങൾ തൊട്ട് താഴെ കാണാം. അവിടെയും ചെറിയൊരു, എത്ര തന്നെ പൊന്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു കുഞ്ഞു കുഴി കാണാൻ പറ്റും. ഓക്കെ, കുഴിഞ്ഞ സ്ഥലം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. അടുത്തത് ST3. കുട്ടികളുടെ കോങ്കണ്ണ് നേരത്തെ പറഞ്ഞ അതേ പോയിന്റിന് സെയിം എഫക്റ്റിന് ഇവിടെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് കൈകൊണ്ട് മസാജ് ചെയ്യുന്ന സമയത്ത് ഓർബിറ്റിന് ചുറ്റും മസാജ് ചെയ്യുന്നത് കുറച്ചുകൂടി എഫക്റ്റ് ആണ്. അപ്പോൾ ആ സ്പെസിഫിക് ആയിട്ട് ആ സ്ഥലം നിങ്ങൾക്ക് പോയിന്റ് അറിയുകയാണെങ്കിൽ ആ ഭാഗത്ത് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതല്ലെങ്കിൽ ഇവിടെ ചെയ്യലുണ്ട് ഞാൻ. ഓക്കെ, അതേമാതിരി പെയിൻ എവിടെയെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അവിടെ കുറച്ച് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പെയിനിൽ കുറച്ച് നേരം മസാജ് ചെയ്യാം. ഓക്കെ, നമുക്ക് ST3 എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ ആൾമോസ്റ്റ് LA20 കുറച്ച് താഴെയായിട്ട് വരും. LA20 ഒരു പൊടിക്ക് മുകളിലായിട്ട് വരും. അൽനാസിയുടെ നേരെയായിട്ട് വരുന്ന പോയിന്റാണ്. ഓക്കെ, ഇതും ഇതേമാതിരി തന്നെ മുഖത്തിന്റെ സൗന്ദര്യം കൂട്ടാൻ നല്ല പോയിന്റാണ് കേട്ടോ, റെഗുലറായിട്ട് മസാജ് ചെയ്യുന്നത് ഈ പോയിന്റിനെയും. ഓക്കെ, ക്രോസിംഗ് പോയിന്റ് ഓഫ് സ്റ്റൊമക് മെറിഡിയൻ ആൻഡ് യാങ്ജിയോ വെസൽസ്, ഈ രണ്ടും കൂടെ ക്രോസ് ചെയ്യുന്ന പോയിന്റാണ്. ഫേഷ്യൽ പാരാലിസിസ്, അതായത് മുഖം കോടിയിട്ടുണ്ടെങ്കിൽ, അത് പാരാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് മുഖത്ത് കോടലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കണ്ണിന് റെഗുലറായിട്ടുണ്ടാകുന്ന ഐലിഡിന് ട്വിച്ചിങ്ങിന് ഇതിനേക്കാൾ നല്ലതാണ് ST1ഉം 2ഉം. ഫേഷ്യൽ പാരാലിസിസ് ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി നല്ല പോയിന്റ് ആണ്. അതേമാതിരി തന്നെ അതേ ഭാഗത്ത് തന്നെയാണോ അതോ ഓപ്പോസിറ്റ് സൈഡ് ആണോ നല്ലത്? സർ, അത് നമുക്ക് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഞാൻ ആൾറെഡി പറഞ്ഞു. എപ്പോഴും വന്നിട്ട് ഓപ്പോസിറ്റ് സൈഡാണ് ഏറ്റവും നല്ലത്. അതിൽ മാറ്റം വന്നില്ലെങ്കിലാണ് സെയിം സൈഡ് പ്രിഫർ ചെയ്യാറ്. ഓക്കെ, താങ്ക് യു. അത് കോമൺ ആണ്. ഓക്കെ, അതിനകത്ത് മാറ്റം വന്നില്ലെങ്കിൽ നിങ്ങൾ സെയിം സൈഡ് ചെയ്യുക. എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ ആദ്യം ഓപ്പോസിറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതേപോലെ തന്നെ മൂക്കിലൂടെ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, എപ്പിസ്റ്റാറ്റിക്സ്, അത് ഇടയ്ക്കിടയ്ക്ക് ചിലവർക്ക് ഈ വെയിൽ കൂടുതലായാലോ അല്ലെങ്കിൽ ഹീറ്റ് കൂടുതലായാലോ ടെൻഷൻ കൂടുതലായാലോ ഒക്കെ വരുന്ന പലതരത്തിൽ കാണാൻ പറ്റും. ഇതിനൊക്കെ അത് നല്ല പോയിന്റാണ്. പല്ലുവേദനയ്ക്ക് വളരെ നല്ല പോയിന്റാണ്. അതേമാതിരി തന്നെ മറ്റേ താടിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുണ്ടിലോ ഒക്കെ വീക്കം ഉണ്ടെങ്കിൽ ആ വീക്കം മാറാനും ഈ പോയിന്റ് നല്ലതാണ്. ഇതും വിൻഡിനെ ഡിസ്പെൽസ് ചെയ്യുന്ന പോയിന്റാണ്. അതേമാതിരി തന്നെ സ്വെല്ലിംഗ് ആൻഡ് പെയിൻ റിലീവ് ചെയ്യുന്ന പോയിന്റാണ്, എസ്പെഷ്യലി ഓൺ ലോക്കൽ ഏരിയയിൽ. നമ്മൾ എല്ലാ പോയിന്റിനും ലോക്കലിൽ ഉണ്ടാവുന്ന ഇഷ്യൂസിനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അത് പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ST3 എന്നുള്ള പോയിന്റ് പ്രത്യേകിച്ച് മുകളിലത്തെ പല്ലുവേദനയ്ക്ക് കുറച്ചുകൂടെ നല്ലതാണ്. താഴത്തെ പല്ലുവേദനയ്ക്ക് വേറെയും പോയിന്റുകൾ നിറയുണ്ട്. അടുത്തത് ST4 എന്നുള്ള പോയിന്റ് ആണ്. ഓൺ ദ ഫേസ് ലാറ്ററൽ ടു ദ കോർണർ ഓഫ് ദ മൗത്തിന്റെ സൈഡിൽ വരും. അപ്രോക്സിമേറ്റ്ലി 0.5 ഡയറക്ട്ലി ബിലോ ദ പീപ്പിൾ ഓഫ് ദ ഐ, കണ്ണിന് നേരെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഫിംഗർ വിഡ്ത്തിന്റെ അകലത്തിൽ ചുണ്ടിന്റെ നേരെയായിട്ട് വരുന്ന ഭാഗം.
ക്രോസിംഗ് പോയിന്റ് ഓഫ് സ്റ്റൊമക്, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, മെറിഡിയൻസ് ആൻഡ് യാങ്ചിയോ വെസൽസ്. അപ്പോൾ ഇത് ലാർജ് ഇൻറ്റെസ്റ്റൈനായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, യാങ്ചിയോ വെസൽസുമായിട്ട് കറക്റ്റ് ചെയ്യുന്ന പോയിന്റാണ്, സ്റ്റൊമക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. ഇത് ആക്ച്വലി ഫേഷ്യലിൽ വരുന്ന മറ്റേ ന്യൂറോളജിക്കൽ പെയിനിന് വളരെ നല്ല പോയിന്റാണ്. ചിത്രം ഞാൻ തന്നിട്ടുണ്ട്. ന്യൂറോളജിക്കൽ പെയിൻ എന്ന് പറയുന്നത് വളരെയേറെ സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും. അത് വിട്ട് വരുന്ന പെയിൻ ആയിരിക്കും. സിവിയർ ആണെന്ന് പറഞ്ഞാൽ വളരെ സിവിയർ ആയിരിക്കും. ചിലപ്പോൾ ചിരിക്കുന്ന സമയത്ത് വരാം, ഏത് സമയത്ത് ആ പെയിൻ വരണമെന്ന് പറയാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള പെയിനായിട്ട് ഉണ്ടാവും ആ സമയത്ത് ചിലപ്പോൾ അടുത്തുള്ള ആളെ അടിച്ചു എന്ന് വരെ വരും. മറ്റേ സിവിയറായിട്ട് വരുന്ന ആ സമയത്ത് ദയവായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ കഴിയുന്നതും അടുത്ത പ്രാവശ്യം ആ ഫേസിലെ നീഡിലൊക്കെ ചെയ്യുന്നതിനാണ് നല്ലത്. ഉറപ്പായിട്ടും സെയിം സ്ഥലത്ത് ചെയ്യാൻ നിൽക്കരുത്, ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യാം. ഓക്കെ, 2 വശത്തും വരുന്നത് അങ്ങനെ കണ്ടിട്ടില്ല, ഏതെങ്കിലും ഒരു വശത്താണ് വരിക. അത് 3 പ്രധാനപ്പെട്ട നെർവാണ്. ഓക്കെ, അതിനകത്ത് ഉണ്ടാകുന്ന പെയിനാണ്. അത് കണ്ണിൻ്റെ ഭാഗത്തേക്കും മൂക്കിൻ്റെ ഭാഗത്തേക്കും താടിയുടെ ഭാഗത്തൊക്കെ ഉണ്ടാവും. അതിൻ്റെ തുടങ്ങുന്നത് കാതിൻ്റെ അടുത്തു നിന്നാണ്. ഓക്കെ, അതേമാതിരി തന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജോയിൻ്റെ അടുത്താണ്. ഓക്കെ, ആ ജോയിൻ്റെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ആ ജോയിൻ്റെ ഇംബാലൻസ് ഉണ്ടെങ്കിൽ, അതായത് മിസ്അലൈൻമെൻറ്റ് ഓഫ് നമ്മുടെ ജോ, അതിനെയാണ് വയറി മൗത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രൂക്കഡ് ജോ എന്ന് പറയുന്നത്. അതിൻ്റെ ബാലൻസിങ് പോവുക. നിങ്ങൾ റൂട്ട് കനാലും മറ്റുമൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും കീഴ്ത്താടിയുടെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഈ കീഴ്ത്താടിയുടെ ബാലൻസിങ് മിസ്സാവും. അപ്പോൾ ചില ആങ്കേഴ്സൊക്കെ നോക്കിക്കഴിയുമ്പോൾ സംസാരിക്കുന്ന സമയത്താണെങ്കിലും ശരി, പാടുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അത് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാതെ ഒരു സൈഡിൽ കൂടി ഒന്ന് ക്ലോസ് ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഇതിനു മുമ്പ് ചില ആങ്കേഴ്സൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോണവായിന്നോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ വായ ഒരു ഭാഗത്ത് പോയിട്ടാണ് ശരിക്കും ക്ലോസ് ആവുക. അതൊക്കെ ആക്ച്വലി അതിൻ്റെ ബാലൻസിങ് നഷ്ടപ്പെടുകയാണ്. അത് മിസ്അലൈൻമെൻ്റ് ആവുകയാണ്. ആ മിസ്അലൈൻമെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് സെറ്റ് ചെയ്യാൻ വന്നിട്ട് നമുക്ക് ഈ ST4 ഉപയോഗിക്കാം. പക്ഷേ നിങ്ങളത് റൂട്ട് കനാലൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അതിന് ചിലപ്പോൾ സമയമാവും. കാരണം വെച്ചാൽ അവിടെ നിങ്ങളുടെ നാച്ചുറലായിട്ട് വരേണ്ട ബാലൻസിന് പകരം അവിടെ നിങ്ങൾ ഒരു എക്സ്ട്രാ വന്നിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഒരു മെറ്റൽ പിടിപ്പിച്ച് അതിനകത്ത് ഗ്രൂ ചെയ്ത് അതിനകത്ത് ഒരു സ്ക്രൂ ഒക്കെ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി ഇതിനൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ചെറിയൊരു ബാലൻസിന് വ്യത്യാസം വരുന്നതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് മാറാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അതല്ലാത്ത കേസസിൽ വരുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റും. ഓക്കെ, അതേമാതിരി തന്നെ നമ്മളുടെ വായിലൂടെ വന്നിട്ട് എന്താ പറയുക, സലൈവ വരുന്നുണ്ട്. കുട്ടികളിലുണ്ടാവും, കുറച്ച് പ്രായമായവരിലൊക്കെ വരുന്നുണ്ടാവും. അതേമാതിരി തന്നെ നമ്മൾ തന്നെ സംസാരിക്കുന്ന സമയത്ത് കുറേ നേരം സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ സലൈവേഷൻ വരുന്നതിനെ കുറയ്ക്കാൻ, കുറേ നേരം നിർത്താണ്ട് സംസാരിക്കുമ്പോൾ നമുക്കത് വരും. അങ്ങനെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റൊമക്കിൻ്റെ ഇംബാലൻസ് ആണ്. അതിന് ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ കണ്ണിൻ്റെ ഉണ്ടാകുന്ന മിടിപ്പിന് നല്ലതാണ്. ഓക്കെ, അതേമാതിരി ടിച്ചിങ് ഓഫ് ദ കോർണർ ഓഫ് ദ മൗത്ത്, അതായത് നമ്മുടെ ചുണ്ടിൻ്റെ സൈഡുകളിലൊക്കെ ഇതേപോലെ മിടിപ്പുണ്ടെങ്കിലോ അതല്ലെങ്കിൽ മുഖം കോടിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ ന്യൂറോളജിയ പെയിൻ വരുന്നുണ്ടെങ്കിൽ, നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രിജിമിനൽ നെറോളജിയുടെ പെയിൻ വരുന്നുണ്ടെങ്കിൽ അതിനും ഈ പോയിന്റ്സ് നല്ലതാണ്. ഇതും അതേമാതിരി തന്നെ വിൻഡ് ഡിസ്പെൽ ചെയ്യുന്നു, എക്സസ് വിൻഡിനെ ഇല്ലാതാക്കുന്നു, വേദനകൾ മാറാനുള്ള പോയിന്റാണ്. മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യാനും ഈ പോയിന്റ് നല്ലതാണ്. ലൊക്കേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. ST4ൻ്റെ അപ്രോക്സിമേറ്റ്ലി 0.4 ചൂണാണ്. ജസ്റ്റ് ഒരു ഫിംഗർ വിടുത്തേ വരത്തുള്ളൂ കണ്ണിൻ്റെ നേരെ, ചുണ്ട് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വരിക. അടുത്തത് ST5 എന്നുള്ളതാണ്. ST5 എന്നുള്ള ലൊക്കേഷൻ നോക്കിക്കോളുക. നമ്മുടെ കീഴ്ത്താടിയുടെ അവിടെയാണ് വരുന്നത്. ഓക്കെ, നമ്മളുടെ കണ്ണിൻ്റെ നമുക്ക് മെറീഡിയൻ്റെ ഭാഗത്ത് എവിടെയാണ്, നമ്മുടെ ST4 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു വളവുണ്ട്. ഓക്കെ, ആ വളവെന്ന് പറയുന്നത് നമ്മുടെ അവിടെ നിങ്ങൾ തൊടുന്ന സമയത്തെ നമ്മളുടെ ഇവിടെ നോക്കുക, ഒരു അഡീഷണൽ ആയിട്ട് പ്രൊക്യൂബൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാം ST5 എന്ന് പറയുന്നത്. അത് ആൾമോസ്റ്റ് നമ്മുടെ ഔട്ടർ കാഞ്ചസിൻ്റെ ആൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരും. ഔട്ടർ കാഞ്ചസിൻ്റെ നേരെ താഴെ താടിയിൽ അവിടെ നിങ്ങൾ തൊടുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ബൾജിങ്ങോ അല്ലെങ്കിൽ ഇതോ കാണാം. അത് പല്ലിൻ്റെയാണ്, പക്ഷെ അതാണ് ലൊക്കേഷൻ. ഓക്കെ,
നിങ്ങളൊന്ന് തൊട്ട് താടിയുടെ നോക്കണം. കുറച്ച് ജോയുടെ നേരെ മേലത്തെ കുഴിയല്ലേ? ജോടെ അല്ല, നമ്മുടെ ഔട്ടർ കാൻജസ് ഇല്ലേ, കണ്ണിന്റെ ആ മറ്റേ ഔട്ടർ കോണിന്ന് നേരെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അത് താടിയുമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗം. ഓക്കെ, അവിടെ ഒരു കുഴിയുണ്ട്. ഓക്കെ. ഓക്കെ. ST5 എന്നുള്ള പോയിന്റ് അതാണ്. നിങ്ങൾ ഈ പറയുമ്പോഴേ നിങ്ങൾ എന്തായാലും വീട്ടിലാണ് ഇരിക്കുന്നത്, അപ്പൊ ദയവായിട്ട് നിങ്ങൾ പോയിന്റ്സ് ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് മനസ്സിലാക്കിക്കൂടാ. ഓക്കെ. എന്തിനൊക്കെ നല്ലതാണ്? താടിയിൽ ഉണ്ടാവുന്ന വീക്കത്തിന് നല്ലതാണ്, പല്ലുവേദനയ്ക്ക് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് അപ്പർ ST4ഉം ST3 ഒക്കെ വന്നിട്ട് മുകളിലുള്ള പല്ലുവേദനയ്ക്ക് വളരെ നല്ലതാണെങ്കിൽ, ഈ പോയിന്റ് രണ്ടിനും നല്ലതാണെങ്കിൽ പോലും താഴത്ത് ജോയിൻ ഉണ്ടാവുന്ന പല്ലുവേദനയ്ക്ക് വളരെ നല്ലതാണ്. കാരണം അത് ആഷിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേമാതിരി ബാക്കി നമ്മുടെ എന്താ പറയുക, ഈ താഴത്തെ ജോയിന് വരുന്ന മിസ്അലൈൻമെന്റിനും അതേമാതിരി തന്നെ ലോക്കും, രണ്ടും രണ്ടാണ്. ക്രൂക്ക്ഡ് ജോവും ലോക്ക് ജോവും തമ്മിൽ നിറയെ വ്യത്യാസമുണ്ട്. ലോക്ക് ജോ എന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും. ചിലപ്പോൾ കോട്ടുവായി വിടുന്ന സമയത്തോ ഈ അവിടെ ഒരു ഫ്രീ ബോൺ മാതിരിയാണ്. ഈ ബോൺ തമ്മിൽ ലോക്കായിട്ട് വായ അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ്. ഓക്കെ. ലോക്ക് ജോ എന്നുള്ളത് പലപ്പോഴും ഇത് വന്നിട്ട് നിങ്ങൾ ശരിയാക്കാൻ തന്നെ ഒന്നില്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ അതല്ലെങ്കിൽ ഡെന്റലിസ്റ്റിൻ്റെ അടുത്തോ പോകേണ്ടി വരും. കാരണം വായ തുറന്നിട്ട് അത് അവിടെ ലോക്കായി നിൽക്കും, താഴോട്ട് വരത്തില്ല. അതാണ് ലോക്ക് ജോ അല്ലെങ്കിൽ ട്രിസ്മസ് എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ക്രുക്കഡ് ജോ എന്ന് പറയുന്നത് മിസ്അലൈൻമെന്റ് ആണ്. നിങ്ങൾക്ക് മൂവ്മെന്റിനൊന്നും കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ആ മൂവ്മെന്റ് പ്രോപ്പർ ആയിരിക്കില്ല എന്നേ ഉള്ളൂ. ഓക്കെ. അതിനും ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ ഇവിടെ നീഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെയും ഇതേമാതിരി തന്നെ ആർട്ടറി ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് കുറച്ച് ബ്ലീഡിങ് വരാനുള്ള സാധ്യതയും, അതേമാതിരി തന്നെ നീഡിലെടുത്താലും അതിലൊക്കെ ടച്ച് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം ആ പെയിൻ അവിടെ ഉണ്ടാവും. ഓക്കെ. ST5 എന്നുള്ളത്. ഓക്കെ. ഔട്ടർ കാൻജസിന്റെ എൻ്റെ മൗസ് പോയിന്റർ കാണുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ ചിത്രത്തിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, അങ്ങനെ കണക്കാക്കിയാൽ മതി. ഔട്ടർ കാൻജസിന്റെ അവിടെ നിന്ന് വരുമ്പോൾ നേരെ ഇങ്ങനെ വരുന്ന സ്ഥലമാണ്. അപ്പൊ ആക്ച്വലി വന്നിട്ട് ഇതിനകത്ത് ചിത്രം കാണിച്ചിരിക്കുന്ന കറക്റ്റാണ്, പക്ഷെ കൺപോളകൾ നേരെ നിന്നിട്ടാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഔട്ടർ കാൻജസിന്റെ താഴെയായിട്ട് വരും. അതേമാതിരി ST6 വന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ മുകളിൽ പോകുന്ന സമയത്ത് ഒരു മസിൽ ഉണ്ട്, ഈ ജോയുടെ എന്താ പറയുക ജോയിന്റിന്റെ അവിടെ, ആ മസിൽസിന്റെ തൊട്ട് താഴെ തന്നെ വരുന്ന പോയിന്റാണ്. അവിടെ നിങ്ങൾക്ക് തൊട്ട് പോകുന്ന സമയത്ത് 5 ആ ബോണിന്റെ വശത്തു കൂടി തൊട്ട് മുകളിലേക്ക് പോകുമ്പോൾ ആൾമോസ്റ്റ് എന്താ പറയുക ഒരു 1, 2, 3 മൂന്നാമത്തെ ഫിംഗർ വിഡ്ത്ത് അല്ലെങ്കിൽ 4ാമത്തെ ഫിംഗർ വിഡ്ത്തിന്റെ അവിടെ നിങ്ങൾക്ക് പെയിൻ കിട്ടും, ആ കുഴിയും കിട്ടും. ഓക്കെ. ശരിക്കും മനസ്സിലായിട്ടില്ല എവിടെയാന്ന ചിത്രത്തിൽ മനസ്സിലാവുന്നില്ല. അതിനാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ST5 കണ്ടുപിടിച്ചല്ലോ, ആ ബോണിന്റെ അതൊരു ബോണാണല്ലോ, ആ ബോണിന്റെ സൈഡിൽ കൂടി തന്നെ ഒരു 4 ഫിംഗർ വിഡ്ത്ത് മുകളിൽ, നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിലെ ആ നഖത്തിന്റെ അളവിൽ 4 ഫിംഗർ വിഡ്ത്ത് മുകളിലേക്ക് വെച്ച് നോക്കുക. അവിടെ നിങ്ങൾക്ക് ചെറിയൊരു മസിലും അവിടെ ഒരു കുഴിയും ഒരു കുഞ്ഞു പെയിനും നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് പല്ലിന് കേടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആ വേദന കുറച്ച് കൂടുതലായിരിക്കും. ചെവിയുടെ കുറച്ച് താഴെയാണോ? ചെവിയുടെ താഴെ തന്നെ വരത്തുള്ളൂ. ചെവിയുടെ കുറച്ച് താഴെ എന്ന് പറഞ്ഞാൽ ചെവിയുടെ അവിടുന്ന് ആൾമോസ്റ്റ് 2 ചൂണെങ്കിലും താഴെ ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി. നമ്മുടെ കാതിന്റെ പിന്നീട് അവിടുന്ന് അറ്റ്ലീസ്റ്റ് 2 ചൂണെങ്കിലും ബോണിന്റെ താഴെയായിട്ട് വരുന്ന ഭാഗം. പ്രസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പോയിന്റ് അറിയും. വിസ്ഡം പല്ലിന്റെ ആ ഭാഗത്ത് നോക്കിയാൽ പെയിൻ ഉണ്ടാവും. അതെ, വിസ്ഡം പല്ലിന്റെ അതെ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം സ്റ്റൊമക്ക് പെർഫെക്റ്റ് ആയി വെച്ചിരിക്കുന്ന ആളുകളല്ല, അതുകൊണ്ട് ആൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ചെറിയൊരു പെയിൻ അവിടെ കിട്ടും. പെയിൻ ഉണ്ട്. അത് തന്നെയാണ് പോയിന്റ്. ഓക്കെ. കുറെ സ്ഥലത്ത് പെയിൻ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതലുള്ള പോയിന്റ് ഉള്ള ഭാഗം എടുത്താൽ മതി. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഇവിടെ ഇപ്പൊ 2 പേരാണ് ആക്റ്റീവ് ഉള്ളത്, ഒന്ന് ജമീലും അതാണ് ST6 എന്നുള്ള പോയിന്റ്. നമ്മുടെ കീഴ്ത്താടിക്കും അതേമാതിരി തന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ആ ജോയിന്റ് ഉണ്ടല്ലോ ആ ജോയ്ക്കും വളരെ നല്ല പോയിന്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ പോയിന്റ് ഉപയോഗിക്കാം.
ഇത് ലോക്കൽ കാതിൻ്റെ അടുത്തുള്ളത് കൊണ്ട് കാതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റും കൂടെ ആണിത്. ഓക്കെ, മറ്റേ താടിക്കുള്ള അത് മറ്റേ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അതേമാതിരി തന്നെ ഈ ജോയുടെ ഇഷ്യൂസിന് ഓക്കെ ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ്. ഓക്കെ, ഈ ജോയിന്റിന് പറയുന്ന പേരാണ് TMJ എന്ന് പറഞ്ഞു, ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ്. ശരിയല്ലേ? ആരെങ്കിലും ഉണ്ടോ കറക്റ്റ് ചെയ്യാൻ? ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ്. ഓക്കെ, അതായത് നമ്മുടെ ഈ ജോയിന്റ്, അതായത് കാതിന്റെ കീഴ്ത്താടിയും മേൽത്താടിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ജോയിന്റ്. ഓക്കെ, ഈ ST6 എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന വേദന, സ്വെല്ലിങ്, മൂവ്മെന്റ് റെസ്ട്രിക്ഷൻസ്, ഇംബാലൻസ്, മിസ്അലൈൻമെന്റിന് എല്ലാം നല്ലതാണ്. വായ തുറക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അതിന് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. പല്ലുവേദനയ്ക്ക് ഉപയോഗിക്കാം, ഉപയോഗിക്കാം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ പോയിന്റിലൊക്കെ നമുക്ക് ഹാഫ് ചൂൺ നീഡിൽ യൂസ് ചെയ്യാമോ, അല്ലെങ്കിൽ സുജോക്ക് നീഡിലാണ് യൂസ് ചെയ്യേണ്ടത്? അല്ല, ഹാഫ് ചൂൺ നീഡിൽ ഉപയോഗിക്കാം. നമ്മൾ ഇടുന്ന സ്ഥലവും ഇതിനും അനുസരിച്ചിട്ട് എത്ര ഡെപ്ത് ആണെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഇപ്പൊ നമ്മൾ 1 ചൂൺ ഇതിലെത്ര ഡെപ്ത് വരെ പോവാം സർ? എത്ര ഡെപ്ത് വരെ പറഞ്ഞാൽ 0.5 ചൂൺ മാക്സിമം. ഓക്കെ, നമ്മൾ അവിടെ നിന്നാ മതി. യൂസ് ചെയ്യാൻ പാടോ? സ്റ്റിക്കർ നീഡിൽ യൂസ് ചെയ്യാൻ പാടോ? യൂസ് ചെയ്യാം. ഓക്കെ, ലൊക്കേഷൻ ഒക്കെ മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ അതായത് നമുക്ക് നമ്മുടെ മേൽവശത്തെ പല്ലും താഴ്വശത്തെ പല്ലും ഉണ്ട്. ആക്ച്വലി നമ്മുടെ മേൽവശത്തുള്ള പല്ലുകളൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല, അത് സോളിഡ് ആണ്, അത് അനങ്ങത്തില്ല. നമുക്ക് ആ കൂടി അനങ്ങുന്നത് കീഴ്ത്താടി മാത്രമേ അനങ്ങത്തുള്ളൂ, പല്ലുകളും. അതറിയാലോ? മുകളിലത്തെ പല്ലുകൾ അനങ്ങില്ല, മുകൾ വശം അങ്ങനെ സ്റ്റേബിൾ ആയിരിക്കും, താഴെ മാത്രം അനങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാൻഡിബുലാർ ജോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോ ആണ്. ഈ മാൻഡിബുലാർ ജോയിന്റ് മറ്റേ നിങ്ങൾ റൂട്ട് കനാലോ എന്തെങ്കിലും ചെയ്താലോ, അല്ലെങ്കിൽ നെർവ് വീക്ക്നെസ്സോ മസിൽ വീക്ക്നെസ്സോ വന്നാലൊക്കെ തന്നെ മിസ്അലൈൻമെന്റ് വരും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ വായ നേരെ അടയുണ്ടാവില്ല, ഒരു വശത്തേക്ക് വരുന്നുണ്ടാവും. അതേമാതിരി സ്ട്രോക്ക് പോലെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാലും ഇതേമാതിരി ആ കീഴ്ത്താടിക്ക് ചെറിയൊരു എന്താ പറയുക പ്രോപ്പറായിട്ട് ആയിരിക്കില്ല, അതിന് ചെറിയൊരു കോടലുണ്ടാവും. ഓക്കെ, അത് മാറാനെല്ലാം തന്നെ ഈ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേമാതിരി ലോക്ക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ തുറന്ന ശേഷം അടയ്ക്കാൻ പറ്റാണ്ടാവുക, ലോക്കായി പോകും. അത് സിവിയറായിട്ട് പെയിൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ചിലവർക്ക് ഇടയ്ക്കിടയ്ക്ക് ആവും. അങ്ങനെ ഉള്ളവർക്ക് നിങ്ങൾ എന്ത് പറഞ്ഞു വെച്ചാൽ കോട്ടുവായൊക്കെ വിടുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ രണ്ട് വശത്തും കൈകൊണ്ട് ടെമ്പറൽ ഈ മാൻഡിബുലാർ ജോയിന്റ് ഉണ്ടല്ലോ, മാൻഡിബുലാർ ജോയിന്റിനെ ഇവിടെ വന്നിട്ട് ഒന്ന് പ്രസ് ചെയ്യാൻ പറയണം. കോട്ടുവായി വിടുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ പ്രസ് ചെയ്യാൻ പറയാം ഈ ഭാഗത്ത്. അതല്ല എങ്കിൽ കോട്ടുവായി വിടുന്ന സമയത്ത് കൈകൊണ്ട് രണ്ട് വായിനും ഒരു സപ്പോർട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ ലോക്കാവുന്ന ആളുകൾക്ക് മാത്രം, അല്ലാത്തവർക്ക് ആവശ്യമില്ല. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ സർജറി കഴിയുക അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റുന്ന സമയത്ത് ഈ മറ്റേ രണ്ടും ചിലപ്പോൾ സംഭവിക്കും. അതായത് മിസ്അലൈൻമെന്റും ഉണ്ടാവും, അതേമാതിരി ലോക്കാവുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. ഓക്കെ, പാമ്പുണ്ട് നമ്മൾ വായി പൊത്തുന്നത് പൊതുവെ നമ്മൾ ആവി ഇടുമ്പോ പൊത്തലുണ്ട്. പക്ഷെ ഇവിടെ എന്താ സാറ് പറഞ്ഞ സയന്റിഫിക് റീസൺ എന്തേനു? അതിന് ഈ ജോയിന് സപ്പോർട്ട്, നമ്മൾ മുട്ടുവേദന വരുമ്പോൾ മുട്ടിന്റെ അവിടെ കൈവച്ചിട്ട് എഴുന്നേൽക്കുന്നില്ലേ, അതേമാതിരി ആ മറ്റേ അവിടെ വീക്ക് ആയതുകൊണ്ട് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അത് ഒരുപാട് മറ്റേ വലുതാവത്തില്ല, ആവശ്യത്തിനേ വലുതാവുള്ളൂ. ഓ അത് ശരി. ഞങ്ങളൊക്കെ പൊത്തും, ഞങ്ങൾക്ക് അങ്ങനെ പറയലുണ്ട്. അങ്ങനെ റിലീജിയസ് ആയിട്ട് അങ്ങനെ ആവി ഇടുമ്പോ വായി പൊത്തണം. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇതേമാതിരി മറ്റേ ജോ ലോക്ക് ആവുന്നത് തടയാൻ പറ്റും, ഇൻ കേസ് എന്തെങ്കിലും വീക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, ST6 ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഈ ചിത്രത്തിൽ കുറച്ചുകൂടെ ക്ലിയർ ഉണ്ടാവും. ഓക്കെ, അടുത്തതിൽ പൊക്കോട്ടെ. ST7 എനിക്ക് വായ വേദനിക്കാൻ തുടങ്ങിട്ടോ, ബിലോ ദ ജോയിന്റ്. ഓക്കെ, ST6 കൊടുക്കണം സാർ.
അതെ. അതെ. കുറെ നേരം നിർത്താണ്ട് സംസാരിക്കല്ലേ. ST7 ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ തന്നെ സാർ ഈ കൈകൊണ്ട് വായ് തൊടുക. അതെ നമ്മൾ ഈ വായ് ഇപ്പൊ സാറ് പറഞ്ഞില്ല കുറെ പിന്നെ വേദനയ്ക്ക്, അപ്പൊ ആ സമയത്ത് ഈ സ്ഥലത്തുള്ള മസാജ് ചെയ്താൽ മതിയോ? മസാജിന്റെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. ഓക്കെ, അതായത് ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൃതാവില്ലേ, ആണുങ്ങൾക്ക് ഇങ്ങനെ മറ്റേ ഒരു എക്സ്ട്രാ ഒരു വാല് പോലെ പൊന്തി നിൽക്കും. കൃതാവിന്റെ നേരെ ആയിട്ടാണ് ഉണ്ടാവുക ഈ പോയിന്റ്. ഓക്കെ, ഓക്കെ ആണോ? ഹലോ, ഹലോ. നോക്കുന്ന കൃതാവിന്റെ അടുത്താണ് ഉണ്ടാവുക. നിങ്ങൾ വായ തുറക്കുന്ന സമയത്ത് വായ അടച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കാൻ പറ്റും. ഈ സ്ഥലത്തിന് കൃതാവിന്റെ അടുത്തായിട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റും. കണ്ടോ? കാണുന്നുണ്ടോ വീഡിയോ? കാണുന്നുണ്ട്. ഈ മുകളിലുള്ളത് GB3-യും താഴെയുള്ളത് ST7-ഉം. ഓക്കെ, അവിടെ ഒരു ബോൺ തന്നെയാണ്. വായ പൊന്തിക്കുന്ന സമയത്ത് താഴെയുള്ള കുഴി ഉള്ള വിരല് പുറത്തേക്ക് തള്ളി വരും. വായ തുറന്ന് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായി കാണാൻ പറ്റും. അതിൽ താഴെയുള്ളത് ST7-ഉം മുകളിലുള്ളത് GB3-യും ആണ്, ഗാൽ ബ്ലാഡറിന്റെ. ഓക്കെ, ചെവിയിൽ നിന്നും എത്ര ചൂടാ? ഒരു ചൂടാണോ? ചെവിയിൽ നിന്ന് ചെവിയിൽ അകലം? നിന്ന് ഒരു ചൂട് നടക്കണ്ട. ആ കൃതാവിന്റെ ഏകദേശം അടുത്തായിട്ട് വരും. ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ കുഴി തന്നെയാണ്, നിങ്ങൾ തൊട്ട് നോക്കിയാൽ അറിയാം. വായ തുറക്കും അടയ്ക്കുകയും ചെയ്യുമ്പോൾ താഴത്തെ കുഴി മാത്രം ഒന്ന് മറ്റേ കുഴി കുറഞ്ഞിട്ട് പൊന്തി വരും. അതിനുശേഷം പിന്നെയും കുഴിയാവും. മുകളത്ത് സ്റ്റേബിളായിട്ട് അവിടെ കുഴിയായിട്ട് തന്നെ ഉണ്ടാവും. GB3-യുടെ നേരെ താഴെ ഒരു ഫിംഗർ വിഡ്ത്ത് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, സ്റ്റൊമക്കും ഗാൽ ബ്ലാഡറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ക്രോസിംഗ് ആവുന്ന പോയിന്റ് ആണ് ST7. കാരണം GB3-ന്ന് വരുന്ന സമയത്ത് അത് ടച്ച് ആവുന്ന. എന്റെ സൗണ്ട് കേൾക്കണില്ല? കേൾക്കുന്നുണ്ട്. അവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ആയിരിക്കാനാണ് സാധ്യത. എനിക്കും നേരത്തെ ഉണ്ടായിരുന്നു നെറ്റ്വർക്ക് ഇഷ്യൂസ് തന്നെ ആയിരിക്കണം. ഓക്കെ, കാതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും ഇന്നതിനില്ല, കാത് കേൾക്കുന്നില്ല, ടിനീറ്റസ് ആണ്, കാത് വേദന, അങ്ങനെ എല്ലാ ഇഷ്യൂസിനും നിങ്ങൾക്ക് ഈ പോയിന്റ് ഉപയോഗിക്കാം. ലൈറ്റായിട്ട് മസാജും ചെയ്യാം. പല്ലുവേദനയ്ക്ക് ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ നാസൽ കൺജഷൻ, മൂക്കിലുണ്ടാവുന്ന കൺജഷൻ മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. മുഖം കോടിയിട്ടുണ്ടെങ്കിൽ, അത് പാരാലിസിസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിക്കിട്ട് ശരി, എന്ത് തന്നെ ഇഷ്യൂസിനുണ്ടെങ്കിലും തന്നെ, അതേമാതിരി തന്നെ വായ തുറക്കാനുള്ള ബുദ്ധിമുട്ടുകൾക്ക്, വായ തുറക്കുന്ന സമയത്ത് വരുന്ന ഫേസിൽ പെയിൻ വരുന്നുണ്ടെങ്കിൽ അതിന്, അതേമാതിരി തന്നെ ട്രിജിമിനൽ ന്യൂറോളജിയുടെ ഇഷ്യൂസിന് എല്ലാത്തിനും തന്നെ ഈ പോയിന്റ് നല്ലതാണ്. ഓക്കെ, ട്രിജിമിനൽ ന്യൂറോളജിക്ക് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്, വേദനയുള്ള ഭാഗത്ത് ഒരു കാരണവശാലും തൊട്ടുപോകരുത് കേട്ടോ. ഓക്കെ, അതായത് ഈ സ്റ്റമക് മെറീഡിയനിലെ ഒബ്സെക്ഷൻസിനെ ക്ലിയർ ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. കാതുകൾ ബെനിഫിറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം തന്നെ പല്ലുകൾ. പറഞ്ഞത് മനസ്സിലായില്ല കേട്ടോ. പെയിനുള്ള സമയത്ത് തുടരുന്നത് പറഞ്ഞത് മനസ്സിലായില്ല. ആ സമയത്ത് നമ്മൾ പൊതുവേ പറയാറുള്ളത്, ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് അയാൾക്ക് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും, കുറേ ദിവസമായി, ഇനിയിപ്പോൾ സെയിം സൈഡിൽ ചെയ്യാം, അന്നേ ദിവസം അയാൾ വേദനയായിട്ടാണ് വരണമെന്ന് വെക്കുക ക്ലയന്റ്. ആ സമയത്ത് ആ സൈഡിലൊന്നും നീഡിലിട്ട് പോകരുത് എന്ന്. കാരണം ആൾറെഡി അവർ ഭയങ്കര വേദനയിൽ വരികയാണ്. നിങ്ങൾ നീഡിൽ ഇടുന്ന സമയത്ത് ചിലപ്പോൾ അത് സിവിയർ ആവും, ചിലപ്പോൾ ക്ലയന്റ് വയലന്റ് വരെ ആവും. ഓക്കെ, ലൊക്കേഷൻ മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ST8 കൂടി ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ST8 നിങ്ങൾക്ക് ആൾമോസ്റ്റ് അറിയാം. നമ്മളുടെ തലയുടെ മുകളിൽ ഒരു എന്താ പറയുക, പൊതുവെ കഷണ്ടി വരുന്ന സമയത്തെ പെട്ടെന്ന് മുകളിലേക്ക് കയറുന്ന ഭാഗമാണ്. ഓക്കെ, ഹെയർ ലൈനിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന പോയിന്റാണ്. ഏകദേശം നമ്മൾ ഇതിൽ പറയുന്നത് എത്രയാണ് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 4 ചൂണാണ് പറയുന്നത്. ഓക്കെ, 4 ചൂൺ അല്ലെങ്കിൽ 4.5 ചൂൺ മാറിയിട്ട്. സ്കാൽപ്പ് അക്യുപഞ്ചർ പഠിച്ചവർക്ക് അറിയാം, C എന്ന് പറയുന്ന പോയിന്റിന്റെ ഏകദേശം അടുത്തായിട്ട് വരും. ഓക്കെ, ST8 എന്നുള്ള പോയിന്റ്. ഓക്കെ, അതിലും സ്റ്റൊമക്കും ഗാൽ ബ്ലാഡറും യാങ് വി മെസൽസും ക്രോസ് ചെയ്യുന്ന പോയിന്റാണ്. തലവേദനയ്ക്കും അതേമാതിരി തന്നെ ഡിസിനസ്, തല ചുറ്റൽ പോലെ വരിക അല്ലെങ്കിൽ വീഴാൻ പോകുന്ന മാതിരി തോന്നുന്നത്
കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്ലർ വിഷന് നല്ലതാണ്, കണ്ണിൻ്റെ വേദനയ്ക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞു കണ്ണിൽ നിന്ന് സ്ഥിരമായിട്ട് വെള്ളം വരുന്നുണ്ടെങ്കിൽ അതിന് നല്ലതാണ്. അതേമാതിരി തന്നെ കൺപോളകൾക്ക് നല്ലതാണ്. അത് കൂടാതെ ഈ പോയിന്റ് ഷോൾഡർ പെയിന് പോലും നല്ലതാണ്. കാരണം ST8 അതേമാതിരി തന്നെ സ്കാൽപ്പിൽ YNSAയിൽ ഷോൾഡർ പോയിന്റ് ഏകദേശം അടുത്തടുത്താണ് വരിക. അപ്പോൾ അവിടെ പ്രസ് ചെയ്ത് നോക്കിയിട്ട് വേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്ത് നീഡിൽ ചെയ്യുകയാണെങ്കിൽ ഈവൻ ഷോൾഡർ പെയിൻ വരെ റിലീസ് ആവും. ഓക്കെ, ഇതും വിൻഡിനെ ക്ലിയർ ചെയ്യുന്നു. മിഡ് ലൈനിൽ നിന്ന് എത്ര അകലം? 4 തൊട്ട് 4.5 ചൂൺ, 4 to 4.5 ചൂണാണ്. ഓൺ ദ ഹെയർ ലൈനിൽ തന്നെയാണ് വരിക. ആണുങ്ങൾക്ക് കഷണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആ മുടിയില്ലാത്ത ഭാഗത്തായിരിക്കും, അത്രേ ഉള്ളൂ. നമ്മളെ താഴെ ഹെയർ ലൈനിന്റെ കുറച്ചും കൂടി മേലെ പോണം അല്ലേ? ഒരു പൊടിക്ക് ഒരു ഫിംഗർ വിട്ട് നിങ്ങൾ അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം കേട്ടോ. നിങ്ങൾക്ക് നീഡിൽ ഇടാനുള്ള പോയിന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ബോഡി അവിടെ ഒരു പെയിനോ ടെമ്പറേച്ചർ വേരിയേഷൻസിനോ ഒരു ബൾജിങ്ങോ അല്ലെങ്കിൽ ക്ലയന്റിനെ അവിടെ തൊടുമ്പോൾ ഒരു വേദനയോ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ആൾമോസ്റ്റ് എല്ലാ ഇതിനകത്തും ഹെയർ ലൈനിൽ നിന്ന് ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് നോക്കൂ, 0.5 ചൂൺ. അപ്പം നമ്മളൊരു ഫിംഗർ വിഡ്ത്തിന്റെ ഹെയർ ലൈനിൽ നിന്ന് ഒരു ഫിംഗർ വിഡ്ത്ത് മുകളിൽ. ഓക്കെ, നമ്മുടെ ടെമ്പറൽ ജോയിന്റിന്റെ കുറച്ച് മുകളിലായിട്ട് വരും. നമ്മുടെ നെറ്റി ഒരു വളവ് വരുന്നുണ്ടല്ലോ, നെറ്റി വളയുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് വരും. നെറ്റിക്ക് ഒരു വളവില്ലേ രണ്ട് വശത്തും? നമ്മുടെ ടെമ്പിൾ ഏരിയ ആ വളവിന്റെ അവിടുന്ന് കുറച്ച് മുകളിലേക്കായിട്ട് ഒരു 4 to 4.5 ചൂൺ സെൻട്രലിൽ നിന്നും മാറിയിട്ട്. ഓക്കെ, ഞാൻ ചിലതിനകത്ത് ഇവിടെ നിങ്ങളുടെ സ്ക്രീനിൽ റെഡ് കളർ എഴുതി ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ചില സ്ഥലത്ത് മോക്സ കാണിക്കാൻ പാടില്ല എന്ന്, അതൊക്കെ ഓർമ്മ വേണേ. ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെ മോക്സ കാണിക്കാൻ പറ്റും, മുടിയുണ്ടല്ലോ. ആവി പിടിക്കുന്നത് ഏതാണ്ട് അതിന്റെ തുല്യമാവില്ല. വേറെ വേറെയാണേ, ആവി പിടിക്കുന്നതും മോക്സയും വേറെ വേറെയാണ്. നിങ്ങളൊരു ചുടുവെള്ളത്തിൽ തുണിയിൽ മുക്കി വെക്കുന്നത് അല്ലെങ്കിൽ ഹോട്ട് ബാഗ് വെക്കുന്നതും മോക്സയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മോക്സ ഡയറക്റ്റ് ഹീറ്റാണ്, ഇത് ഇൻഡയറക്റ്റ് ഹീറ്റാണ്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചുടുവെള്ളം കൊണ്ട് മുഖമൊക്കെ കഴിയില്ലേ? അതെ അതെ, അതെ ചോദിച്ചത്. നിങ്ങൾക്ക് വന്നിട്ട് അവിടെ എന്തെങ്കിലും തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് ബാഗ് ഇതൊക്കെ വെക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ മോക്സ കാണിക്കരുത്, അത്ര. അത് ഡിഫറെന്റ് ആയിട്ട് മാറില്ലേ? ചോദിക്കാം. നമുക്ക് ഇന്ന് ഇത്ര മതി, കാരണം ഇപ്പൊ തന്നെ 9 മണിയായി. പറഞ്ഞോളൂ. ഐബോള് മൂവ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ.